പിന്നെ പറഞ്ഞത് പാലക്കാടൊക്കെ ആ സൈഡാണ്. അവിടെ മല കാണുന്നുണ്ട്. അതാണ് പാലക്കാട് കല്ലടിക്കോടൻ മലനിരകളാണത്. എപ്പോഴും ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് പണിയില്ലാണ്ടാണേ. പണിയില്ല. ഒരു നമ്മുടെ കേരളത്തിൽ ഉള്ള 70 ലക്ഷം ചെറുപ്പക്കാരാണ് തൊഴിലില്ലാതെ നമ്മുടെ കേരളത്തിൽ ചുറ്റിത്തിരിഞ്ഞോണ്ടിരിക്കുന്നത്. പൈസ ആരാ തരിക? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇങ്ങനെ ചാടി കുലുങ്ങിയിട്ടും വെറുതെ അവിടെ നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും പൈസ തരും. 10 റുപ്യ ആരും തരില്ല. അപ്പം നമ്മൾ പോവന്നെ മരിക്കുകയാണെങ്കിൽ വേണ്ടില്ല. അല്ലാതെ ഇപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഒരു ഓട്ടം വന്നാണ്. നോക്കുമ്പോൾ എന്താ അറിയോ, വലിയൊരു കാടാണ്. 2 വശത്തുമല്ല, ചെറിയ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ പോവാണ്. മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് ഓട്ടം വന്നതാണ്. ശരിക്കും ഇതിലൊക്കെ ഇത് ഫോറസ്റ്റ് ആട്ടോ ശരിക്ക്, അതായത് പൊമ്പ്ര എന്ന് പറയും. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ റബ്ബറും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാരെയാണ് സ്ഥലം എന്നറിയോ നിങ്ങൾക്ക്? നമ്മുടെ കേരളത്തിലെ ആനക്കാരുടെ ഒരു സംഭവമുണ്ട്, മംഗലാംകുന്ന്. കേട്ടിട്ടുണ്ടോ? മംഗലാംകുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യ മൊത്തം അറിയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ചെട്ടിയാരെ തോട്ടത്തിലേക്കാണ് വരുന്നത്. ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി വന്നാട്ടോ. അപ്പോൾ ഇതൊക്കെ ആദ്യം ഫുള്ള് ഫോറസ്റ്റ് ആയിരുന്നു. ഫോറസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് മുഴുവൻ കാട് പറയില്ലേ, അതേപോലെ ഇപ്പോൾ ഒരു 10 വർഷമായിട്ടുള്ള റബ്ബറും കാര്യങ്ങളൊക്കെ വന്നു. ഇതൊക്കെ ചെറിയ മരങ്ങളാട്ടോ. അപ്പം നല്ല രസമാണ് ഇതിക്കടെ വരാൻ. പോകുമ്പോൾ നല്ല രസമുണ്ട്. കാരണം എന്താ പറയുക, ഇതിക്കടെ കൂടുതൽ ശല്യം ആയിട്ടുള്ളത് ഏതാ അറിയോ? പന്നി ആണ്, പന്നികൾ. പിന്നെ അതേപോലെ കുറുക്കന്മാരുണ്ടാവും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മയിലും, അതേമാതിരി മൊയിലുകൾ, അതേമാതിരി കീരി, പിന്നെ അതേപോലെ കാട്ടുപൂച്ചകളൊക്കെ വരുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഭീകരത സൃഷ്ടിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു ആകെ ഒരു ഭീകരാന്തരീക്ഷം പോലെ തോന്നുക. അവിടെ ഏകദേശം ഓപ്പൺ ആവാറായി. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ഓട്ടം വന്നത്. അതായത് വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷെ ഒരു എന്താ പറയുക, ഒരു തരം ഫീലിങ്. അയ്യോ, ഈ ഇത് പുല്ലാവുകൊണ്ടാണ് സ്കിഡ് ആവണതേ. പുല്ലിക്കടെ പോയി കഴിഞ്ഞാൽ സ്കിഡ് ആവണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇല്ലാണ്ട് പോകേണ്ടത്, നേരെ പോകേണ്ടത്. നല്ല രസമുണ്ട് കാണാതെ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇതിപ്പോൾ ലൊക്കേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. ദൂരെ ഒരു മല കാണുന്നില്ലേ? ഇതേതറിയോ? അനങ്ങല്ലടി മലയാണ്. അനങ്ങടി, ചെർപ്പശ്ശേരി അനങ്ങല്ലടി കണ്ടിട്ടുണ്ട്. ഒറ്റപ്പാലം ചെർപ്പശ്ശേരി ആ മലയാണ്. ആ മലയുടെ അപ്പുറത്താണ് ചെർപ്പശ്ശേരി, അതേപോലെ അനങ്ങല്ലടി സ്ഥലം. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് കാണുന്നുണ്ട്, നേരെ കാണുന്നു. അവിടെയാണ് കോങ്ങാട്. ദൂരെന്ന് നോക്കിയാൽ കോങ്ങാട് തന്നെയാണ് അത് ശരിക്കും. കോങ്ങാട് ഭാഗത്താട്ടോ കാണുന്നത് കേട്ടോ. പിന്നെ പറഞ്ഞത് പാലക്കാടൊക്കെ അത് ആ സൈഡാണ്. അവിടെ ഒരു മല കാണുന്നുണ്ടോ? അതാണ് പാലക്കാട്
കല്ലടിക്കോടൻ മലനിരകളാണത്. ഇവിടേക്ക് കാണുന്നുണ്ട്. മഞ്ഞ് മൂടിക്കാണ് അധികം. മഞ്ഞിൻ്റെ ഒരു ഇപ്പോൾ കുറച്ചൊരു ആകാശം ചെറിയ തെളിച്ചുണ്ട് എന്ന് പറയാം. ഇനി വൈകുന്നേരം ആകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, മൊത്തം കോട വന്ന പോലെയാവും. കാണാൻ നല്ല രസമുണ്ട്. പിന്നെ വൈകുന്നേരം ആയാൽ നല്ലൊരു എന്താ പറയുക, സൺസെറ്റ് കാണാൻ പറ്റിയ സ്ഥലം കൂടി കേട്ടോ. പക്ഷെ വൈകുന്നേരം ആയിട്ടില്ല, അപ്പോൾ 3:15 അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് നമ്മളാരാന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് ഭയങ്കര ദുർഘടം പിടിച്ച പാത കേട്ടോ. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ട അറിയോ? ശരിക്ക് ഏതെങ്കിലും അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോക്കാർ പോവില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്, പോവും. അപ്പൊ ഞാനവിടെ ആ പണിക്കാരെടുത്ത് പോയി, പണിക്കാരെ കാണിച്ചു തന്നില്ലല്ലേ. പണിക്കാരെടുത്ത് പോയിട്ട് അവര് മരം മുറിക്കാണ്. അപ്പൊ അവർക്ക് കൂലി എത്ര അറിയോ? 1800, 2000, എടാ 3000 രൂപ കൂട്ടാം. പക്ഷെ അവര് അവിടെ അത്രയും മരം മുറിച്ചിട്ട് ആ മരത്തിന് കരാറെടുക്കുകയാണെങ്കിൽ അവർക്ക് 5000, 7000 റുപ്യ വരെ വാങ്ങാം. നല്ല തടി വന്നുള്ള മരം തന്നെയാണ് കേട്ടോ. അപ്പൊ അവര് പറയാണ് പണി വേണ്ട വേറെ. ശരിയാണ് അല്ലേ, പണി ഇല്ലാണ്ടാണേ. പണിയില്ല. നമ്മുടെ കേരളത്തില് ഉള്ള 70 ലക്ഷം ചെറുപ്പക്കാരാണ് തൊഴിലില്ലാതെ നമ്മുടെ കേരളത്തിൽ ചുറ്റിത്തിരിഞ്ഞോണ്ടിരിക്കുന്നത്. അതിൽ ഞാനും കൂടിയും പെടും. നമ്മള് എന്തൊക്കെ ഈ സർക്കാർ എന്തൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്തു, പിന്നെ ഞാൻ അത് ചെയ്യാം, ഇത് ചെയ്യാം, അത്ര പേർക്ക് തൊഴിലവസരം കൊടുക്കാം, എന്താണ്? എന്നിട്ട് 70 ലക്ഷം ആൾക്കാർ, ഇനി അത് 1 കോടിയിൽ മേലെ പോകട്ടോ. 70 ലക്ഷം എന്ന് പറയുമ്പോൾ എത്ര ചെറുപ്പക്കാരുണ്ടെന്ന് ആലോചിച്ചോളി. കാരണം ആദ്യമൊക്കെ പടവിൻ്റെ പണി, അതേപോലെ മൈക്കാട് പണി, ഈ തേപ്പ് പണി പറയും, അതിനൊക്കെ ഇഷ്ടംപോലെ മലയാളി ചെക്കന്മാരുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ പഠിക്കാൻ പോയി. കേരളത്തിൽ തന്നെ അധികം പഠിച്ച് അവസാനം ഇവർക്ക് ഒരു ജോലിയും കാര്യങ്ങളൊന്നും കിട്ടാതെ ആയപ്പോൾ ഇവർക്ക് മടി കൂടിയപ്പോൾ എന്ത് ചെയ്തു അറിയോ? ഇതൊക്കെ ബംഗാളിലും ഇവിടെ ഉള്ള ആൾക്കാരിലും ഒക്കെ മനസ്സിലാക്കിയിട്ട് കുറേ ഹിന്ദിക്കാർ ഇങ്ങോട്ട് വന്നു. കുറഞ്ഞ റേറ്റിനെടുത്ത് അവസാനം അവരെന്തായി, അവർക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ പൈസയാണ്. അതന്നെ ഇന്ന് പറയാനുള്ളത്. ഇപ്പോൾ ഒന്നുമില്ല. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും, പണിയൊന്നും എടുക്കാതെ മറ്റുള്ളവരെ കുറ്റവും കുറവും നോക്കിയിട്ട് ഇങ്ങനെ നടക്കും. അതന്നെ, അല്ലാതെ ഇപ്പോൾ ഒന്നും പറയണ്ട. ഓരോരുത്തർക്കും ഓരോ സാഹചര്യം ഉണ്ടല്ലോ അല്ലേ? സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടല്ലേ ഓരോരുത്തർ നടക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ ഓട്ടോ ഒഴിവാക്കിയാൽ മതിയായിരുന്നു. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ ആരാ തരിക? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇങ്ങനെ ചാടി കുലുങ്ങിയിട്ടും വെറുതെ അവിടെ നിൽക്കുകയാണെങ്കിൽ ആരെങ്കിലും പൈസ തരും. 10 റുപ്യ ആരും തരില്ല. അപ്പം നമ്മൾ പോവന്നെ. ഇനി മരിക്കുകയാണെങ്കിലും വേണ്ടില്ല. അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക? ഒരു അവസ്ഥകൾ. ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അവസ്ഥ പറഞ്ഞ് വെറുപ്പിക്കൊന്നുമല്ല, എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ കരുതും അവർ വലിയ സന്തോഷത്തിലാണ് നടക്കുന്നത്. അല്ല, അവർ ഒരു സന്തോഷത്തിലും അല്ല നടക്കുന്നത്.